ആഴ്ചയിലേക്ക് കയറുക അല്ലേ? വിശുദ്ധ വാരത്തിലേക്ക് കയറുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇതിന്റെ അവസാനം എന്താ? ഈസ്റ്റർ അല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ ഈ വിശുദ്ധ വാരത്തിൽ കൂടി നമ്മൾ ഒരു ഈസ്റ്റർ ക്രിസ്ത്യാനിയാകണം. പറഞ്ഞത് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഈസ്റ്റർ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്നാ? ആർക്കെങ്കിലും പിടി കിട്ടിയോ? ഈസ്റ്റർ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 യോഹന്നാൻ 4:17. ഈ വചനം നിങ്ങൾ മറക്കരുത്. യോഹന്നാന്റെ 1-ാം ലേഖനം എടുക്കാൻ ആർക്കെങ്കിലും എടുക്കാമോ ബൈബിള്? വിധി ദിനത്തിൽ നമുക്ക് ഒന്ന് ഉറക്കം വായിച്ച് മൈക്കെടുത്തൊന്ന് വായിച്ച്. വിധി ദിനം, ഒരു വിധി ദിനമുണ്ട്. എന്തുണ്ട്? അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഒരു വിധി ദിനമുണ്ടെന്ന്. നമ്മളൊക്കെ എങ്ങനെ ജീവിക്കുക? ഒരു വിധി ദിനം ഉണ്ടോ എന്ന് പോലും. ഒരു വ്യക്തി മരിച്ചാൽ ഇപ്പോൾ തന്നെ ഒരു വിധി ദിനമുണ്ട്. അതിനെ വിളിക്കുന്ന വിധി ഇന്ന് ഞാൻ മരിക്കാന്നിരിക്കട്ടെ, അതിനെ വിളിക്കുന്ന വിധിയാണ് തനതു വിധി. എന്താണ്? അപ്പൊ തനതു വിധിയിൽ ഞാൻ ചെറിയ ചെറിയ പാവങ്ങളാണ് ചെയ്തതെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും. എവിടെ? ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവിടെ കിടക്കും. ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിലെ ഫൗസ്റ്റീന ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഈ ശുദ്ധീകരണ സ്ഥലം എങ്ങനെയുണ്ട് ഈശോ എന്ന് ചോദിച്ചു. അപ്പൊ ഈശോ ഫൗസ്റ്റീനയോട് പറയുകയാണ്, മകളെ ഫൗസ്റ്റീന, ഒരു വ്യക്തി ഇന്ന് മരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലാണെങ്കിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി അതിന്റെ മുകളിൽ കൊണ്ട് കിടത്തുന്നതാണോ സുഖം, ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന സുഖം എന്ന് ചോദിച്ചാൽ അഗ്നിപർവ്വതം പൊട്ടി അതിന്റെ മുകളിൽ കിടക്കുന്നതാണ് അത്ര കണ്ട അസ്വസ്ഥതകളാണ്, വേദനയുടെ ഇതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ വന്ന് നിങ്ങളുടെ മരിച്ചുപോയവര് വന്ന് പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വപ്നം കാണിക്കും. സ്വപ്നം കാണിക്കും. എന്തിനാ സ്വപ്നം കാണിക്കണമെന്ന് വിചാരിച്ചാല് അപ്പൊ സ്വർഗത്തിൽ ഒന്നല്ല, അപ്പൻ സ്വർഗത്തിൽ ഇതുവരെ പോയിട്ടില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ശുദ്ധീകരണ സ്ഥലത്ത്, അതിനെയാണ് തനത് വിധി. അപ്പൊ അത് കഴിഞ്ഞൊരു വിധി ദിനമുണ്ട്, അതാണ് അവസാന വിധി. എന്താണ്? അപ്പൊ ശുദ്ധീകരണ സ്ഥലം കഴിഞ്ഞാൽ സ്വർഗം, നിത്യനരകം. ഒരു വ്യക്തി മാരകമായ പാവത്തിലാണ് ഇന്ന് മരിക്കുന്നതെങ്കിൽ ഒരാൾക്ക് കടശനായ വെറുപ്പാണ്, ഒരാൾക്ക് വെറുപ്പാണ്. കുമ്പസാരിച്ചിട്ട് ആ വെറുപ്പ് മാറ്റുന്നത് മരിക്കുവാണെങ്കിൽ അദ്ദേഹം നിത്യ നരകത്തിലേക്ക് പോകും. അവിടെ പോകും. നിത്യ നരകത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പ ഉൾപ്പെടെ 5 ലക്ഷം വൈദികർ പ്രാർത്ഥിച്ചാൽ ഈ വ്യക്തി സ്വർഗത്തിൽ പോകത്തില്ല. മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കുക നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം പോയിട്ടില്ലെന്ന്. ഹല്ലേലൂയ. നമ്മളെയൊക്കെ അടക്കം നടത്തുന്നതേ ഉള്ളൂ. ഈ ധനവാനും ലാസറും മരിച്ചു, ധനവാനെ അടക്കി. ലാസറയാണെങ്കിൽ അവനെ ദൈവദൂതന്മാർ സംഭവിച്ചു, അവനെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ നമുക്ക് അടക്കമേ ഉള്ളൂ, യഥാർത്ഥമായ ആത്മവിശുദ്ധീകരണം നടക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഈസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു വിധി ദിനമുണ്ടെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. എന്താണ്? അപ്പൊ നമുക്ക് ഒരു വിധി ദിനത്തിൽ ഒരു ആത്മധൈര്യം ഉണ്ടാകണം. ഞാൻ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടാകണം. ഇന്ന് ഞാൻ മരിച്ചാൽ എവിടെ പോകും? സ്വർഗത്തിൽ പോകും. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് നമ്മുടെ ഒരു മാർപ്പാപ്പ, ഒരു 15-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ഒരു മാർപ്പാപ്പ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ഒരു സിസ്റ്ററിന് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോ പിന്നീട് പ്രാർത്ഥിച്ച് പിന്നീട് മാർപ്പാപ്പ വന്നോട്ട് പറഞ്ഞ എനിക്ക് സ്വർഗത്തിലായത്. അപ്പൊ മാർപ്പാപ്പായ്ക്ക് പോലും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട അവസ്ഥ വന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനാണ് ഈ നോമ്പുകാല ലോകത്തായിരുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ വിധി ദിനത്തിൽ ഒരു തനത് വിധിയുണ്ട്. ആ തനത് വിധിയിൽ ശുദ്ധീകരണ സ്ഥലമുണ്ട്, നിത്യ നരകമുണ്ട്, നിത്യ സ്വർഗമുണ്ട്. നിത്യ നരകത്തിൽ പോകുന്നവർക്ക് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ, കല്ലറയൊക്കെ മനോഹരമായിരിക്കും, പൂക്കളൊക്കെ വെച്ചിരിക്കും, പക്ഷെ പോക്കില്ല.
അതുകൊണ്ടാണ് ഈ നോമ്പുകാലം നമുക്ക് തരുന്നത്. അപ്പൊ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. എന്താ ഈസ്റ്റർ? വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകേണ്ടതിന് എന്ത്? സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിക്കും. അതിന്റെ പേരാണ് നോമ്പ്. നോമ്പും അമ്പും. നോമ്പ് എന്ന് പറഞ്ഞാൽ നോവ്, അമ്പെന്ന് പറഞ്ഞാൽ സ്നേഹം. വേദനയിൽ കൂടി ദൈവസ്നേഹത്തിൽ വളരുന്നതിന്റെ പേരാണ് നോമ്പ്. ഉണ്ടോ? ഈ കഷ്ടാനുഭവിച്ചിൽ കൂടി ദൈവം എന്നെ വിശുദ്ധിയിലേക്ക് വളർത്തുന്നതിന്റെ പേരാണ് നോമ്പ്. നമ്മുടെ വിളി തന്നെ വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി വിശുദ്ധിയിലേക്കാണ്. അതുകൊണ്ട് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഈ പൂർണ്ണത പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റർ ക്രിസ്ത്യാനി. എന്താണ് ഈസ്റ്റർ ക്രിസ്ത്യാനി? ഒരിക്കലും പ്രോസ്പെരിറ്റി ഗോസ്പൽ അവനില്ല. ഇന്ന് രണ്ടുതരം ഗോസ്പൽ ഉള്ളത്. ഒന്ന് പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് വെച്ചാൽ സമൃദ്ധിയുടെ ഗോസ്പൽ. അവിടെ ആത്മാവ് രക്ഷപ്പെടത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കാറ് കിട്ടി, വീട് കിട്ടി, ഹല്ലേലൂയ ഹോശാന. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നടുവേദന പോയി, ഹല്ലേലൂയ ഹോശാന. ഇതൊക്കെ പ്രോസ്പെരിറ്റി ഗോസ്പൽ. ഈ ഗോസ്പൽ കൊണ്ട് യാതൊരു വിശേഷവും അനുതാപമില്ലാത്ത ഗോസ്പൽ. ഈ ഗോസ്പൽ അല്ല ആത്മാവിന്റെ അനുതാപത്തിന്റെ സുവിശേഷം, മാനസാന്തരം. അവിടെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ടാണ് ലിയോ 14 മാർപ്പാപ്പ ആഗോള സഭയിൽ ബുധനാഴ്ച, ചാരബുധനാഴ്ച നൊയമ്പ് തുടങ്ങിയപ്പോൾ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമാണ്, ഓരോ കത്തോലിക്കനും മനസ്സിലാക്കണം. നീ ലോകരാജ്യത്തിലാണോ? ആണെങ്കിൽ നീ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ച്, ലോകരാജ്യത്തിലാണോ ദൈവരാജ്യത്തിലാണോ? ഈ ലോകരാജ്യത്തിലാണെന്ന് എങ്ങനെ മനസ്സിലാവും? ലോകരാജ്യത്തിലാണെങ്കിൽ കുറെ നുണയും കൊതിയും പരദൂഷണവും കയ്യിലിരിപ്പും ഒക്കെ മോശം. ഇതുവരെ മാറ്റമൊന്നും നമ്മളെ കണ്ടു പഠിക്കാനൊന്നും. ഒരു കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജിയുടെ വീടിനടുത്ത് ഒരു സീറോ മലബാർ പള്ളിയുണ്ട്. ഏത് പള്ളിയാന്ന് പറയത്തില്ല. 850 വീട്ടുകാരുണ്ട്. എല്ലാ ദിവസവും ഈ വ്യക്തി പള്ളിയിൽ പോകും. അപ്പോ സന്തോഷത്തിനെ പോലെ അച്ഛൻ അവിടെ വന്നപ്പോൾ, ഈ 10-12 വർഷമായിട്ട് താങ്കൾ ഈ പള്ളി വരുന്നുണ്ട്, എന്തുകൊണ്ട് ക്രിസ്ത്യാനി ആകുന്നില്ല? അപ്പൊ പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ ബൈബിൾ, സമ്പൂർണ്ണ ബൈബിൾ മൊത്തം വായിച്ചിട്ടു. ഈ 850 വീട്ടുകാർ ഒരുത്തൻ പോലും ഈ വചനമനുസരിച്ച് ജീവിക്കുന്നവൻ അച്ഛന്റെ പള്ളിയിലില്ല. ഉണ്ടെങ്കിൽ ഞാൻ അന്ന് ക്രിസ്ത്യാനിയാവും. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ അതാണ്. കർത്താവ് പറയുന്നത്, ഭൂമിയിൽ ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഭൂമിയിൽ ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഹല്ലേലൂയ. അന്ന് നോഹയുടെ കാലം പോലെ ആയിരിക്കുമെന്നാ പറയുന്നത്, അല്ലെങ്കിൽ ലോത്തിന്റെ കാലം പോലെ ആയിരിക്കും. അപ്പൊ ശ്രദ്ധിച്ച്, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, നിങ്ങൾ ശ്രദ്ധിച്ച്. അപ്പോൾ വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകേണ്ടതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്നിട്ട് എന്താ വചനം പറയുന്നത്? എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ. ഏത് ലോകത്തിലാ? ഇപ്പോഴും എവിടാ താമസിക്കുന്നത്? പെരിങ്ങര അല്ലേ? ഈ പെരിങ്ങര എന്ന് പറയുന്ന ഈ ലോകത്തിൽ തന്നെ ആരെ പോലെയായി? യേശുക്രിസ്തുവിനെ പോലെയായി. അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കിയിട്ട് പറ, എന്നെ കണ്ടിട്ട് യേശുക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നു ചോദിച്ചു. എന്നെ കണ്ടിട്ട് യേശുക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നു എങ്കിൽ ഞാൻ ആരാ? ഇങ്ങോട്ട് നോക്കിയേ. ഈസ്റ്റർ ക്രിസ്ത്യാനി ആരാണ്? എന്നെ കാണുന്നവൻ ആരെ പോലെ ഇരിക്കണം? നമ്മളൊരു പാട്ട് പാടുന്ന കേട്ടിട്ടില്ലേ? യേശുവേ നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനായ എന്നെയും നിന്നെ പോലെ ആക്കണം മുഴുവൻ. ആദ്യമായിട്ടല്ല. എന്നെ കാണുന്നവൻ ആരെ കാണണം? ഇവൻ ക്രിസ്തുവാണെന്ന് പറയണം. ഇതിനു വേണ്ടിയാണ് ഈസ്റ്റർ. ഈസ്റ്റർ എന്ന് പറഞ്ഞ കുറെ അപ്പയിറച്ചിയും കഴിക്കുന്നതിന്റെ പേരല്ല ഈസ്റ്റർ. എന്നെ കാണുന്നവൻ പറയണം, ഇവനൊരു ക്രിസ്തുവാണ്, ഇവനെ നോക്കാൻ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയ പ്രവാചകൻ നടന്നു പോകുമ്പോൾ ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, നമ്മുടെ വഴി കൂടി പോകുന്ന അവനുണ്ടല്ലോ, ആ വ്യക്തിയുണ്ടല്ലോ, ഒരു പ്രവാചകനാണ്, ദൈവത്താനെ പോലെ ദൈവതുല്യനാണോ അദ്ദേഹം. ഹല്ലേലൂയ. എന്നെ കാണുമ്പോൾ ഒരു ക്രിസ്തുവിന്റെ രൂപമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ലോകപ്രശസ്ത സുവിശേഷകനായ ബെന്നിഹിൻ ഇതാ നൈജീരിയയിൽ ഒരു സുവിശേഷ പ്രസംഗത്തിന് പോവുകയാണ്.
അപ്പൊ നൈജീരിയയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ ദൂരം ട്രെയിനിലാണ് പോകുന്നത്. അപ്പൊ ട്രെയിൻ വരാറായി. ആ സമയം ഈ റെയിൽവേ സ്റ്റേഷന്റെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സംഭവമാണ് പറയുന്നത് കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷന്റെ ആ പ്ലാറ്റ്ഫോമിന് അപ്പുറത്ത് ഒരു നാടോടി കൂട്ടിപ്പോ ടെന്റ് കെട്ടി താമസിക്കും. അവിടെ 2 മക്കൾ, ഒരു മകൾക്ക് 12 വയസ്സ്, മോന് 6 മാസം പ്രായമുള്ള, 6 മാസം പ്രായമുള്ള. ഈ 6 മാസം പ്രായമുള്ള ഈ കുഞ്ഞിനെ കൊടുത്തിട്ടാണ് ട്രെയിൻ വരുമ്പോൾ, ഈ 12 വയസ്സുകാരി കുഞ്ഞിനെ കൊടുത്തിട്ട് ട്രെയിൻ വരുമ്പോൾ ഓറഞ്ച് വിറ്റ ഇവർ താമസിക്കുന്നത്. ഇവരുടെ അപ്പൻ നേരത്തെ മരിച്ചുപോയി. അതുകൊണ്ട് ഈ ഓറഞ്ച് വിറ്റ് ട്രെയിൻ വരുന്നു കഴിയുമ്പോൾ ഓറഞ്ച് കൊണ്ട് കൊടുത്ത് അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരിക്കലും ഈ സ്ത്രീക്ക് കലശനായ പനിയായി പോകാനൊക്കെ 10-18 ഓറഞ്ച് മിച്ചം വന്നു. അപ്പൊ ഈ മകള് പറഞ്ഞ അമ്മയും ഞാൻ കൊണ്ട് ഓറഞ്ച് കൊടുക്കും. അപ്പൊ ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടു, അടുത്താണ്, ഉടനെ ചെന്നാൽ മതിയല്ലോ. അപ്പൊ ഈ ഓറഞ്ച് വേണ്ടി ചെന്നപ്പോൾ ഈ ട്രെയിനിനെ കയറാൻ വരുന്ന ഒഴുത്തില് അനുവിന്റെ അത്രയും പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് ഈ കൊച്ചിന്റെ അതേ തട്ടി ഈ 10-18 ഓറഞ്ച് ഉള്ള ഓറഞ്ചെല്ലാം തെറിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് വീണ് കുറെ ട്രാക്കിൽ മൊത്തം കുറെ പേര് ചവിട്ടി. ഈ കുഞ്ഞ് വലിയവായി കരയും. ഈ കൊച്ചു വലിയവായി കരയുമ്പോൾ ഒരു മാന്യനായ വ്യക്തി സൂട്ട് കേസ് പിടിച്ചോണ്ട് വരികയാണ്. അദ്ദേഹം ആ സൂട്ട് കേസ് അവിടെ വെച്ചിട്ട് ഈ കുഞ്ഞിന്റെ പുള്ളിയുടെ വെള്ള കർച്ചീഫ് എടുത്ത് മുഖമൊക്കെ തുടച്ചപ്പോ പൊടിയൊക്കെ ഉണ്ട്, തുടച്ചിട്ട് പറഞ്ഞു, മോൾ കരയണ്ട, മോക്ക് എത്ര ഓറഞ്ച് പോയി? 18 ഓറഞ്ച്. അതിന്റെ ഇരട്ടി പൈസ അങ്ങനെ ഞാൻ തരാം, മോൾ കരച്ചിൽ നിർത്ത്. എന്നിട്ട് അവളെ ആശ്വസിപ്പിച്ചിട്ട് അവൾ കയ്യിലിരുന്ന് കുറെ പൈസ കൊടുത്തിട്ട് പറഞ്ഞു കരച്ചിൽ നിർത്താൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ട്രെയിൻ വന്നു, ട്രെയിൻ പോയി. ഇദ്ദേഹത്തിന് പോകേണ്ട ട്രെയിനാണ്. 4 ലക്ഷം പേര് വെയിറ്റ് ചെയ്യും അവിടെ. ഇനി 1 മണിക്കൂർ കഴിഞ്ഞുള്ളൂ, 1 മണിക്കൂർ കഴിഞ്ഞേ വരാനുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ട്രെയിൻ പോയി. അപ്പൊ ഈ കുഞ്ഞ് ആശ്വാസമെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് ചോദിച്ചു, അങ്കിൾ ആരാണ്? അങ്കിൾ ഈശോയാണോ? അല്ല മോളെ, ഞാൻ ഈശോ അല്ല. മോളെ എന്താ അങ്ങനെ പറയാൻ കാര്യം? എന്റെ അമ്മ ഞങ്ങളെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയും, ഈശോ മോടെ കണ്ണുനീര് തുടയ്ക്കും, ഈശോ മോനെ തലോടും. അതുകൊണ്ട് ഈ വ്യക്തി താങ്കൾ ഈശോയാണെന്ന് എനിക്കൊന്ന് തോന്നുന്നു. ഈ അമ്മ പറഞ്ഞു കൊടുത്തതാണ് ഈശോയുടെ സ്വഭാവം എന്താണെന്ന്. യേശുവേ, നിന്റെ രൂപം എന്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനായ എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ആയിട്ടുണ്ടോ സഹോദര? ആയിട്ടില്ലെങ്കിൽ ഈസ്റ്ററൊക്കെ വെറും വേസ്റ്റ്. ഈസ്റ്റർ കൊണ്ട് കുറെ ഒരു വേസ്റ്റാ. പ്രിയ സഹോദര, എന്തുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ അനീതികളും അക്രമങ്ങളും കൂടുതൽ ശക്തിപ്പെടുന്നു ചോദിച്ചാൽ 10 പേര് ഒരുമിച്ച് നിന്ന് മുഴങ്കാൽ മടക്കാൻ ഇല്ലെന്ന്, ആർക്കും സമയമില്ലെന്ന്, എല്ലാവർക്കും അങ്ങ് ധൃതിയോട് ധൃതിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവ് വരുമ്പോൾ ഇങ്ങനെ കർത്താവ് പറഞ്ഞു, ഞാൻ വരുമ്പോൾ ആ കാലം നോഹയുടെ കാലം പോലെ. എന്താ ഈ നോഹയുടെ കാലം? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വചനം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 6-ന്റെ-5 പെട്ടെന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വചനം പെട്ടെന്ന് വായിച്ചേ. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അപ്പൊ ദൈവത്തിന് ഹൃദയമുണ്ടോ? അതുകൊണ്ടാണ് കത്തോലിക്ക സഭ ജൂൺ മാസം തിരുഹൃദയ മാസമാകും എന്ന് പറയുന്നത്. ഈ ദൈവത്തിന് ഒരു ഹൃദയമുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ ജൂൺ മാസത്തെ എന്താ വിളിക്കുന്നത്? ജൂൺ 1 എന്റെ ബർത്ത്ഡേ, എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ജൂൺ 1. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, തിരുഹൃദയ മാസം. അപ്പൊ ദൈവത്തിന് ഹൃദയം വേദനിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിന്റെ ഹൃദയം വേദനിച്ചു. ഹല്ലേലൂയ. തുടർന്ന് എന്താ വചനം പറയുന്നത്? കർത്താവ് അരുളിച്ചെയ്തു, എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്തു നിന്ന് ഞാൻ തുടച്ചു മാറ്റും. ഇനി എന്റെ ഈ സൃഷ്ടിയായ മനുഷ്യനെ ഉണ്ടല്ലോ, ഭൂമുഖത്തു നിന്ന് ഞാൻ തുടച്ചു മാറ്റും. ഈ തുടച്ചു മാറ്റുന്ന സമയത്തും അതിന്റെ 6-ന്റെ-8 എന്താ പറയുന്നത്? 6-ന്റെ-8 എന്നാൽ വായിച്ച സഹോദരി, എന്നാൽ നോഹ കർത്താവിന്റെ പ്രീതിക്ക് പാത്രം. നോഹ എന്നുള്ള സഹോദരിയുടെ പേര് പറ. എന്നാൽ സിജി കർത്താവിന്റെ പ്രീതിക്ക് പാത്രം. എന്നാൽ സിജി കർത്താവിന്റെ പ്രീതിക്ക്, സഹോദരന്റെ പേരെന്നാ? അച്ചു. കർത്താവിന്റെ പ്രീതിക്ക്
പാത്രമായി. നമ്മളുടെ പേര് ജെയിംസ്. കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി. ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രമാകുന്നവർ അന്നും ഇന്നും ഉണ്ടാകണം. അതുകൊണ്ടാണ് പരിശുദ്ധ സഭയിൽ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമാകുന്നവരാകണം ഞാനും നിങ്ങളും. അതിനാണ് നോമ്പ് തന്നിരിക്കുന്നത്. നോമ്പ് തന്നിരിക്കുന്നതും ഈ വിശുദ്ധ വാരം ഞാൻ വിശുദ്ധനായി മാറണം. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കരുത്. എന്താ കുരിശിന്റെ ശത്രു? സ്നേഹമില്ല, ക്ഷമയില്ല, ഇതെല്ലാം കുരിശിന്റെ ശത്രു. അപ്പോൾ നോഹയുടെ കാലഘട്ടം എന്തായിരുന്നു? ദൈവത്തിന് വേദനിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ കാലഘട്ടവും നോഹയുടെ കാലഘട്ടം പോലെ ആർക്കും ആരോടും ഒന്നും സ്നേഹമൊന്നും ഇല്ലെന്ന്, ഒരു പ്രകസനം, ഇരിക്കുന്നതേ ഉള്ളൂ, ചിരിക്കുന്നില്ല. എല്ലാം അഭിനയമാണെന്ന്, എല്ലാം ഒരു അഭിനയമാണ്. ജീവിതമില്ല. ജീവിതം ഒരു അഭിനയമല്ല, അത് ജീവിച്ചു തീർക്കേണ്ടതാണ്, അല്ലേ? ഈ അഭിനയം കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ മേടിച്ചിട്ട് പോകും. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് അത് ജീവിച്ചു തീർക്കേണ്ടത്. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നോഹയുടെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പൊ ലോത്തിന്റെ കാലഘട്ടം എങ്ങനെയായിരുന്നു? ഈ ലോത്തിനുമായി കൂട്ടണമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം അവനോട് പറഞ്ഞത്, നീ ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകും. അപ്പൊ നിനക്ക് ചില കാര്യങ്ങളൊക്കെ, നീ 3 കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ നിനക്ക് 7 അനുഗ്രഹം തരുമെന്നാ പറഞ്ഞത്. കേട്ടോ? ബൈബിൾ വായിച്ചിട്ടുണ്ടോ? 3 കാര്യം ഉപേക്ഷിച്ചാൽ എവിടെ പറയുന്നു? എവിടെ പറയുന്നു? സിറ്റി എവിടെ പറയുന്നു? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വചനം അതാ പറയുന്നു. നീ 3 കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ 1-ഉം 2-ഉം വചനം പറയാം, നിനക്ക് 7 അനുഗ്രഹം ഞാൻ തരും. 3 കാര്യങ്ങൾ അബ്രഹാത്തിനോട് ദൈവം പറയാണ്. ഉൽപ്പത്തി 12-ന്റെ 1-2 വചനം. അബ്രഹാമിനോട് അരുളി ചെയ്തു, അബ്രഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും നിന്റെ ദേശം. നമ്മുടെ ദേശത്തിൽ നമുക്ക് ചില ബന്ധങ്ങൾ. ദേശത്ത് 1 സെന്റ് സ്ഥലം പോയിട്ടുണ്ടെങ്കിൽ അടിപിടിക്കും. ഈ അടിയൊക്കെ നടക്കുന്ന അവിടെ അല്ലേ? ദേശത്തെ. ഈ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോയാൽ ഞാൻ അതിനൊക്കെ 7 അനുഗ്രഹം തരും. 1-ാമത്തെ അനുഗ്രഹം എന്താ? നിന്നെ ഞാൻ വലിയവനാക്കും. 1-ാമത്തെ അനുഗ്രഹം നിന്നെ വലിയവനാക്കും. 2, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഈ ബൈബിള് തുടങ്ങുമ്പോ തന്നെ ദൈവം മനുഷ്യനോട് പറയാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ എന്നെ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അതാണ് ദൈവത്തിന്റെ പേര് തന്നെ അനുഗ്രഹം. അതുകൊണ്ടാ പാടിയത്, അനുഗ്രഹത്തിനധിപതിയേ അനന്തകൃപാ പെരുന്നതിയേ അനുദിനം നിൻ പദംഗതിയേ അടിയാനു നിൻ കൃപ മതിയേ. എന്റെ കൃപ മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പൊ നിന്നെ 1 നിന്നെ വലിയവനാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. 2, 3 നിന്റെ പേരുണ്ടല്ലോ സിജി, പെരുമ്പയെ കൊടുന്ന് പെരിങ്ങരയിൽ ഒതുങ്ങത്തില്ലെന്ന്. വർഗീസ് മാവേലിക്കര എന്ന് പറയുന്ന വ്യക്തി ബൈബിൾ എടുത്തപ്പോൾ മാവേലിക്കര ഒതുങ്ങത്തില്ല, പാലായിൽ ഒതുങ്ങത്തില്ല, കർണാടകത്തിൽ ഒതുങ്ങത്തില്ല, ലോകം മൊത്തം അറിയപ്പെടുന്നു. എന്തുകൊണ്ട്? ഞാൻ 6 രാഷ്ട്രങ്ങളിലെ ഇപ്പോഴും ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും എല്ലാ രാജ്യങ്ങളിലും തന്നെ അറിയാം. കാര്യം എന്നാ? ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഈ തിരുവചനം നീ കയ്യിലെടുത്താൽ നീ ലോകം മൊത്തം അറിയപ്പെടും. തുടർന്ന് വചനം പറയുന്നു, വായിച്ചേ. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ആരാ ഈ പറയുന്ന വ്യക്തി? സിജി അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് സൗകര്യപ്പേൽ അസൂയവനുണ്ടോ? പമ്മിയിരിക്കുന്നോണ്ട് ഞാൻ ചോദിച്ചത്. അപ്പോ അടുത്ത വചനം പറയുന്നു, വായിച്ചേ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ നീ ശപിക്കാൻ പോണ്ട. നീ മുടിഞ്ഞു പോട്ടതെന്ന് പറയാൻ പോകണ്ട. ആരെയും നിങ്ങൾ ശപിക്കരുത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, ആരെയും ശപിക്കരുത്. മക്കളെ ശപിക്കരുത്. മക്കളെ മണ്ടലെന്ന് പറയരുത്. പോഷനെന്ന് പറയരുത്. പോഷനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുമ്പസാരിച്ചിരിക്കണം. ഈ കുമ്പസാരം എന്നൊക്കെ പറയുന്ന അതിനു വേണ്ടി കേട്ടോ. തുടർന്ന് വായിച്ചേ. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം നിന്നിലൂടെ ഈ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹിക്കപ്പെടും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അപ്പൊ അങ്ങനെ 7 അനുഗ്രഹങ്ങളാണ് കൊടുത്തത്. എത്ര അനുഗ്രഹമാണ്?
3 കാര്യങ്ങൾ നിർവഹിച്ച 7 അനുഗ്രഹങ്ങൾ. ഇത് അതേപോലെ അനുസരിച്ചപ്പോൾ കൂട്ടത്തിൽ ആരെ കൂടെ കൂട്ടി? ലോത്തിനെയും കൂടെ. അമ്മയില്ലാത്തവനല്ലേ എന്നൊക്കെ പറഞ്ഞ് ആരെ കൂട്ടി? സഹോദരന്റെ പുത്രനെ കൂട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ലോത്തിന്റെ സ്വഭാവം എന്താണ്? ചിലവരെയൊക്കെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ചില കൂട്ടുകെട്ടുകളൊന്നും നമുക്ക് അത്ര അടുത്തിരിക്കുന്ന വ്യക്തികളോട് ചില കൂട്ടുകെട്ടുകളൊന്നും പിണങ്ങിയിരിക്കണമെന്നല്ല. ചില നുണയന്മാരെയൊക്കെ വീഴ്ത്തി കരുതിയാൽ നിന്റെ കുടുംബത്തിൽ പിശാച് വന്നത്. നീ വിശുദ്ധി പാലിക്കണമെങ്കിൽ ഒരു വേർപാട് വേണം. എന്ത് വേണം? ചായക്കട ചെന്നതിൽ രാഷ്ട്രീയക്കാരുടെ കൂടെയൊക്കെ ഇങ്ങനെ നടന്നാൽ നീ ഒരിക്കലും പിടിപിടിക്കും. ഹല്ലേലൂയ. ചിലതൊക്കെ വേണ്ടാന്ന് വെക്കണം. അച്ഛൻ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ടെലിവിഷൻ കണ്ടിട്ട് ഈ ശാലോം വല്ലേ വെക്കത്തു. പത്രം വായിച്ചിട്ട് 10-12 വർഷമായി ഇങ്ങനെ മനോരമ കൊണ്ടിട്ടേച്ചു പോകും. ഞാൻ പ്രവർത്തനം എങ്കിലും വാർത്തകളൊക്കെ എനിക്കറിയാം. ഹല്ലേലൂയ. ഇതിനകത്ത് എന്തെങ്കിലും നല്ലതുണ്ടോ പത്രത്തിനകത്ത്? ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, ലോത്ത് നിങ്ങൾ സ്വത്ത് ഭാഗം വെക്കാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അമ്മയുടെ പേരെന്നാ? ജീവിത പങ്കാളി ഈശോ എന്ന പേരുണ്ടോ? വെരി ഗുഡ്. അപ്പൊ ഇവിടെ ഉണ്ടോന്നാ അപ്പൊ ഈശോ എന്ന് പറയുന്നത് അപ്പൊ ഇവര് 2 പേരും സ്വത്ത് ഭാഗം വെക്കാൻ പോവാം. എത്ര മക്കളുണ്ട്? 2 മക്കൾക്ക് ഭാഗം വെക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി 13 എടുക്കണം. ആദ്യം ഓരോ ക്രൈസ്തവനും ചെയ്യേണ്ട കാര്യമാണ് ഉൽപ്പത്തി 13. അവിടെ എന്താ പറയുന്നത്? അബ്രഹാം തന്റെ സഹോദര പുത്രനായ ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലോ നമ്മുടെ ഇടയന്മാർ തമ്മിലോ കലഹമുണ്ടാവരുത്. കണ്ടോ, ക്രിസ്ത്യാനി ഒരിക്കലും കലഹം ഉണ്ടാക്കുന്നവനാവരുത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, നിന്റെ പള്ളി നീ മൂലം കലഹം ഉണ്ടാവരുതെന്ന് പറഞ്ഞു. എന്റെ സഹോദരൻ, എത്ര നോമ്പ് നോക്കിയാലും എത്ര അനുഷ്ഠാനങ്ങൾ നയിച്ചാലും നിങ്ങൾ കുറെ വർജിച്ചു, പക്ഷെ ആർജിച്ചിട്ടില്ല. ഭയങ്കര നോമ്പ് നോട്ടങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പലതും വർജിച്ചു. പക്ഷെ ഇപ്പോഴും പള്ളി കലഹവും പള്ളി അടിപിടിയോ ഒന്നും കുറഞ്ഞിട്ടില്ല. കത്തോലിക്കന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കുഴപ്പം നമ്മുടെ മാത്രമല്ല പലരുടെ സഭകളിലും സംഭവിക്കുകയാണ്. അടിപിടി എന്തിനു വേണ്ടിയാണ്? സമ്പത്തിന്റെ പേര്, പ്രോസ്പെരിറ്റിക്ക് വേണ്ടി, അനുതാപമില്ലാത്തതിനു വേണ്ടി. അപ്പൊ ഇവിടെ വചനം പറയാം, നമ്മൾ തമ്മിലോ നമ്മുടെ ഇടയന്മാർ തമ്മിലോ കലഹമുണ്ടായാൽ, അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, നമ്മൾ ഒരിക്കലും കലഹം ഉണ്ടാക്കരുത്. ഈശ്വരനോട് പറയാം, നമ്മൾ തമ്മിൽ യാതൊരു കലഹവും. ചെറിയ ചെറിയ ഇടയ്ക്കൊക്കെ ഇഷ്ടക്കുറവൊക്കെ വരുമ്പോൾ വായി വരുന്നൊന്നും വിളിച്ച് ഈശോയോട് പറയാം, നമ്മൾ തമ്മിലോ നമ്മുടെ ഇടയന്മാർ തമ്മിലോ കലഹമുണ്ടാവരുത്. അതിന് കാരണം എന്നാ? നമ്മൾ സഹോദരങ്ങളാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ ദാസന്റെ 5 ഗുണങ്ങൾ എന്തൊക്കെ പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ സിറ്റി. കർത്താവിന്റെ ദാസന്റെ 5 ഗുണം അല്ല, 2 തിമോത്തിയോസ് 2:24. 2 തിമോത്തിയോസ് വീണ്ടും നമുക്ക് ഉൽപ്പത്തി 13:8 വരണം. അതാണ് നമ്മളെ ഈസ്റ്ററിലേക്ക് പോവുകയാണ്, ഈ വിശുദ്ധ വാരത്തിലേക്ക് നയിക്കേണ്ട കാര്യങ്ങളിലേക്ക് വരികയാണ്. അപ്പൊ ശ്രദ്ധിച്ച് 2 എന്താ ഇവിടെ ഞാൻ പറഞ്ഞത്? 2 തിമോത്തി 2:24. കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കും. കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു, ദാസി ഇപ്പൊ വായിക്കുന്നത് കലഹപ്രിയയായിരിക്കരുത്. എല്ലാവരോടും സൗമ്യമായിരിക്കും. എങ്ങനെയായിരിക്കണം? എല്ലാവരോടും. ഇപ്പൊ അങ്ങോട്ട് പോവാ, ഒരു ഓട്ടോക്കാരൻ വന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ വന്ന് മൊത്തം ചെടികൾ അടിച്ചു തുടച്ചിട്ട് പറയും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് സിറ്റി പറയും. ഇപ്പോഴാണ് സ്വഭാവം, ഒക്കെയാണ് ദൈവം അളക്കുന്നത്. അപ്പൊ ഇവിടെ വചനം പറയാണ്, എന്താ പറയുന്നത്? കർത്താവിന്റെ ദാസൻ കലഹക്കാരനാവരുത്. 2 എല്ലാവരോടും സൗമ്യമുള്ളവനായിരിക്കണം. യോഗ്യനായ അധ്യാപകന്റെ പേരാണ് ഗുരു. ഗുരു എന്ന് പറഞ്ഞാൽ ഗു എന്ന് പറഞ്ഞ ഇരുട്ട്, രു എന്ന് പറഞ്ഞ വെളിച്ചം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവൻ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയുടെ പേരെന്നാ? രാധാകൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പണ്ഡിതൻ, ഭയങ്കര
വലിയ പണ്ഡിതനായ വ്യക്തിയാണ്. ഈ രാധാകൃഷ്ണന്റെ ഈ രണ്ടാമത്തെ രാഷ്ട്രപതിയുടെ മേശപ്പുറത്ത് ഈശോയുടെ രൂപമിരിപ്പുണ്ട്. എന്നിട്ട് അടിയിൽ എഴുതി വെച്ചിരിക്കുക, ഒരേ ഒരു ഗുരു, ലോകത്തിന്റെ പ്രകാശമാകുന്ന അന്ധകാരത്തിൽ നിന്ന് ഇതാ നിന്റെ ജീവിതത്തെ നയിക്കുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരേ ഒരു ഗുരു എന്ന് പറയുന്നത് ആരാണ്? ഈശോ. കണ്ടോ? അതാണ് ഹൈന്ദവന് അറിയാം. അതാണ് മഹാകവിയായ ജി ശങ്കരക്കുറുപ്പ് കുരിശിനെ കുറിച്ച് എഴുതിയത് നിങ്ങൾക്ക് അറിയാമോ? പാപം ഹരിച്ചു പാരിൽ വിണ്ണേറുവാൻ പാത കാണിക്കൂ, കുരിശെ ജയിക്കുക. പാപം ഹരിച്ച് ഈ ശങ്കരക്കുറുപ്പ് എഴുതി വെക്കുക, പാപം ഹരിച്ച് എന്താണ്? പാത കാണിക്കാൻ, പാത കാണിക്കൂ, കുരിശെ ജയിക്കുക. കുരിശ് ജയത്തിൻ്റെതാണ്, ജയമാണ് കുരിശിൽ. ആ കവി, ഹൈന്ദവ കവി ജയത്തെ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചേ, അപ്പോൾ എന്താ പറയുന്നത്? കർത്താവിന്റെ ദാസൻ കലഹക്രിയനാവല്ല, യോഗ്യനായ അധ്യാപകനാണ്, സൗമ്യനായിരിക്കണം, എതിർക്കുന്നവരെ സൗമ്യതയോട് തിരുത്തണം, ക്ഷമാശീലനായിരിക്കണം. കേട്ടോ സഹോദരി? എന്താണ്? അപ്പൊ ഈ നമ്മൾ എന്തിനു ക്ഷമ ആർജിച്ചിട്ടുണ്ടോ? ക്ഷമയുണ്ടോ സഹോദര? ക്ഷമയുണ്ടോ? ക്ഷമയുണ്ടെങ്കിൽ ഈസ്റ്ററുണ്ട്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ക്ഷമയുണ്ടെങ്കിൽ ഈസ്റ്ററുണ്ട്. ഈസ്റ്റർ ക്രിസ്ത്യാനിയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൊ ക്ഷമാശീലനായിരിക്കണം, എതിർക്കുന്നവരെ സൗമ്യതയോട് തിരുത്തണം. അല്ലാതെ ചാടിക്കേറി ഒന്നും വർത്താനം പറയരുത്. നിങ്ങൾ സ്ഥലങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നു നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ കയറി ചാടി പറയരുത്. സൗമ്യതയോടുകൂടി വർത്താനം പറയുന്നവന്റെ പേരാണ് ക്രൈസ്തവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഉൽപ്പത്തി 13:8 അബ്രഹാമും ലോത്തും തമ്മിൽ അബ്രഹാം പറയുക, നമ്മൾ തമ്മിലോ നമ്മുടെ ഇടയന്മാർ തമ്മിലോ കലഹമുണ്ടാവരുത്. കാരണം നമ്മൾ ആരാണ്? സഹോദരങ്ങളാണ്. സ്വത്ത് നിന്റെ കൺമുമ്പിലുണ്ട്. ഇങ്ങനെയാണോ വീതം വെക്കുന്നത്? സ്വത്ത് നിന്റെ ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. 3 സെന്റ് സ്ഥലം എറണാകുളം ജംഗ്ഷനിൽ കിട്ടാത്തതിന്റെ പേരിൽ 21 വർഷമായിട്ട് അപ്പനുമായി മിണ്ടാത്ത ഒരു ഡോക്ടറെ എനിക്കറിയാം. ഇപ്പോഴും അയാൾ പള്ളിയിൽ എല്ലാ ദിവസവും 6 മണിക്ക് സമയത്ത് വിശുദ്ധ കുർബാനയ്ക്ക് പള്ളി ചെല്ലും. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുവായിരിക്കും. ഇത് കേൾക്കട്ടെ. അയാളോട് 6 മണിക്ക് പള്ളിയിൽ ചെന്ന് വിശുദ്ധ കുർബാന കാണും. ഒരു ദിവസവും കുർബാന മുടക്കത്തില്ല. പക്ഷെ അപ്പൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പനുമായി മിണ്ടിയിട്ടില്ല. 3 സെന്റ് സ്ഥലമാണ് വലുത്, അപ്പനാണോ വലുത്? അവനെ സംബന്ധിച്ച് അപ്പനാ വലുത് ആണോ? അല്ല, അവന് വലുത് സ്വത്താ വലുത്. അതുകൊണ്ടാ പറഞ്ഞത്, അബ്രഹാം പറഞ്ഞു, നിസ്സാരമായ ഈ ഭൂമിയിലെ ഈ വസ്തുക്കൾ ഉണ്ടല്ലോ, ഇതിനൊന്നും നിലനിൽപ്പില്ല. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഭൂമിയിലെ വസ്തുക്കൾക്കൊന്നും. അതുകൊണ്ടാണ് ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞത്, നിങ്ങൾ ഭിത്തിയില് ഒരു വചനം എഴുതി ഒട്ടിക്കണം. ഏത് വചനമാണ്? 2 പത്രോസ് 3-ാം അധ്യായം 8 തൊട്ട് 14 വരെ. പത്രോസ് എടുക്കാൻ അറിയാം സഹോദരി? ബൈബിളിൽ കൂടി എടുക്കേണ്ടത്. ഏതായാലും ഞാൻ ഒരിക്കലും മൊബൈൽ എടുത്ത് പഠിപ്പിക്കത്തില്ല. ഏതായാലും എടുത്ത് പോട്ടെ, മഴയൊക്കെ ആയതുകൊണ്ട് എക്സ്ക്യൂസ്. 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 8 തൊട്ട്, പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് നോക്കിയേ. പത്രോസ് ശ്ലീഹ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? ഓരോ ശ്ലീഹമാർക്കും ഇതുണ്ട്. ലൂക്ക എന്താ പറയുന്നത്? അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ്, തെയോ ദൈവം, ഫിലോസ് മകൻ, അല്ലയോ ശ്രേഷ്ഠനായ ദൈവമക്കളെ. പൗലോസ് ശ്ലീഹ പറയുന്ന വാത്സല്യ ഭാജനങ്ങളെ. യോഹന്നാൻ ശ്ലീഹ പറയുന്ന കുഞ്ഞുമക്കളെ. പത്രോസ് ശ്ലീഹ പറയുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വൈദികരൊക്കെ കർത്താവിൽ പ്രിയരെ, കർത്താവിൽ പ്രിയരെ, കർത്താവിൽ പ്രിയരെ, കർത്താവിൽ പ്രിയരെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷം പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ്. അപ്പൊ 2025 2 ദിവസം ഈശോയുടെ സന്നിധിയിൽ നിങ്ങൾക്ക് 2026 വലിയ വർഷമായിട്ട് തോന്നുന്നത്. ദൈവത്തിന് 2 വർഷം 2 ദിവസമേ ആയിട്ടുള്ളൂ. ഈ ഭൂമിക്ക്, ഈ സൂര്യന് കീഴിലേ ഉള്ള സമയങ്ങൾ, മുകളിലോട്ടൊന്നും ഇതൊന്നും ഇല്ല. നമ്മൾ ഈ സമയം നോക്കിക്കൊണ്ടിരിക്കുക കർത്താവിന്റെ മുമ്പില്. അപ്പൊ ഈശോ വരുന്ന സമയത്ത് ലോകത്തിലെ എല്ലാ ജനതകളും യേശുവെ എന്ന് വിളിക്കാൻ കർത്താവിന് 1 സെക്കൻഡ് മതി.
എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. അവനൊരു നിമിഷം മതിയെന്ന്. അപ്പോ ശ്രദ്ധിച്ചേ, അപ്പൊ കാലവിളംബത്തെ കുറിച്ച് കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ കാലതാമസം വരുത്താൻ താമസം വരുത്തില്ല. ആരും നശിച്ചു പോകരുത്. ഇങ്ങോട്ട് നോക്കി, ലോകത്തിലെ 800 കോടി ജനങ്ങൾ, മുസ്ലിങ്ങളായാലും ലോകത്തിലെ 800 കോടി ജനങ്ങളും ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ. അതുകൊണ്ട് ഇറാഖിലെ കുറെ പേര് ചാവുന്നതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. യുദ്ധം ഒരിക്കലും വിജയമല്ല, പരാജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞു, ഒരു കൈ നെഞ്ചത്ത് ബൈബിൾ വെച്ചുകൊണ്ട് തോക്ക് ചൂണ്ടിക്കൊണ്ട് നടക്കുന്ന അത് ശരിയല്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. കാരണം ഇറാനിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ വളരുന്നത്. ഏറ്റവും കൂടുതൽ വളരുന്നത് അവിടെ 80 ലക്ഷം ക്രിസ്ത്യാനികളാണ് ഇറാനിലുള്ളത്. 80 ലക്ഷവും മുസ്ലിങ്ങൾ മതം മാറി. മനസ്സിലായി? അതുകൊണ്ട് ആരെയും നമ്മൾ അവഗണിക്കരുത്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണം. ഈ നോമ്പ് തന്നിരിക്കുന്ന അനുതാപത്തിന് വേണ്ടി. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, അനുതാപത്തിന് വേണ്ടി. കൈക്ക് പിടിച്ചോണ്ട് അനുതാപത്തിന് വേണ്ടി. അനുതാപമുണ്ടോ? അനുതാപമുണ്ടെങ്കിൽ അനുതാപത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്താ? അവനെ കണ്ടു. അടുത്തിരിക്കുന്ന വ്യക്തി ഒന്ന് കണ്ടു, എന്നിട്ട് പറഞ്ഞു, കണ്ണുണ്ടായ പോലെ കാണുന്നു. കാണാൻ പഠിച്ചിട്ടില്ലെന്നവര്. അപ്പച്ചനെ അമ്മച്ചൊന്നും കണ്ടിട്ടില്ലെന്ന്. കാണാൻ കഴിയുന്നില്ല. കാണാൻ കഴിയാത്ത ലോകമാണ്. ആർക്കും ആരെയും കാണാൻ കഴിയുന്നില്ല. കണ്ടപ്പോഴാണ് അടുപ്പമുണ്ടായപ്പോഴാണ് മനസ്സലിഞ്ഞപ്പോഴാണ് എനിക്കുള്ളതല്ല നിനക്കൂടെ ഉള്ളതാണെന്ന് പറയും. അടുത്തിരിക്കുന്ന വ്യക്തി പറഞ്ഞു, എനിക്ക് എന്തെല്ലാം ഉണ്ടോ താങ്കൾക്കൂടെ ഉള്ളതാണെന്ന്. എന്റെ സഹോദരി 325 വർഷം കത്തോലിക്ക സഭ അങ്ങനായിരുന്നു. നിനക്കുള്ളതെല്ലാം അവരനുള്ളതാ. എല്ലാവരും അവരൻ. കത്തോലിക്ക സഭയിൽ ആർക്കും ദാരിദ്ര്യമില്ലെന്നാണ് ഈ അപ്പോസ്തല പ്രവർത്തനം തുടങ്ങുമ്പോൾ പറയുന്നത്. ആർക്കും ദാരിദ്ര്യമില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഇല്ലായിരുന്നെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എന്ന് പറഞ്ഞാൽ, ആദിമ സഭയിൽ ദാരിദ്ര്യം ഇല്ലാത്തതുപോലെ ഞങ്ങളുടെ ഇടയിൽ ജപ്തി നടപടിയുള്ളവരെ, കടബാധ്യതയുള്ളവരൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നീ അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയണം, ഞാൻ എന്തെങ്കിലും ചെയ്തു തരാനുണ്ടോ എന്ന് ചോദിക്കണം. എന്റെ ബാങ്കിൽ നിന്ന് കുറെ പൈസ എടുത്ത് തന്ന് നിങ്ങളെ സഹായിക്കണം. അല്ലെങ്കിൽ ഒരു 10 പവനുണ്ട്, അത് ഞാൻ തന്നേക്കാം. നല്ല ഇടപാട്. നല്ല പാട്ടൊക്കെ പാടും. യേശുവേ നിന്റെ രൂപം എത്ര സുന്ദരം മനോഹരം എന്നൊക്കെ പാടും. പക്ഷെ ജീവിതമില്ലെന്ന്. എങ്ങനെ രക്ഷപ്പെടും? നിങ്ങൾ രക്ഷപ്പെടുന്നത് പറഞ്ഞാൽ മക്കളൊക്കെ അങ്ങ് കാനഡയിലോ അമേരിക്കയിലോ ഒക്കെ പോയി എന്നെ ദിവസം വിളിയ അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും ബഹറിൽ നിന്നും ഒക്കെ ബഹറെ വീടിന് വെളിയിലോട്ട് ഇറങ്ങുന്നില്ല. സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. എന്താണെന്ന് അറിയത്തില്ല. എയർപോർട്ടുകളൊക്കെ ഇതാ തകർത്തിട്ടിരിക്കുകയാണ്. കുവൈറ്റിന് വിളിച്ചിട്ട് പറയുക, ഒരു പെങ്കൊച്ചി വിളിച്ചിട്ട് പറയുക, കുവൈറ്റ് എയർപോർട്ട് മൊത്തം തകർന്നു കിടക്കുകയാണെന്ന്. ഇവര് പറയുന്ന പോലെ ഒന്നും അല്ല, അടിച്ച് അവൻ തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പറയുന്ന പോലൊന്നും യുദ്ധമൊന്നും ഉടനൊന്നും അവസാനിക്കത്തില്ല. അതുപോലെ രണ്ടു കൂട്ടരും അവന്റെ 600 മീറ്റർ അടിയിലാണ് അവന്റെ ഉപകരണം ഇറാനിൽ ഇരിക്കുന്നത്. അവിടുന്ന് ആ മിസൈലുകളെല്ലാം പോകുന്നത്. 600 മീറ്റർ അടിയിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് കാലഘട്ടം വളരെ ദോഷമാണെന്ന് മനസ്സിലാക്കണം. യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒക്കെയാണ് ഇനിയും കാറും ഒക്കെ വീട്ടിന് ഷെഡിനകത്ത് ഇടാനും ഒക്കെ തോന്നും. അങ്ങനെ അവസരം ഉണ്ടാകാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കും. നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല, നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു, കൊറോണയുടെ കാലഘട്ടം പോലും വരാൻ പോകുന്ന നീണ്ടു പോവുകയാണെങ്കിൽ നമ്മുടെ കാറിനൊന്നും എടുത്തോണ്ട് പോകാൻ പറ്റില്ല. നടജാതിയായിരിക്കും ഈ നട. ഈ അവസ്ഥയിലേക്കൊക്കെ വരും. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ് പറയാണ്, കർത്താവിന്റെ ദിനം കള്ളനെ പോലെ എങ്ങനെ വരും? അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ കള്ളനെ പോലെ വരുമെന്ന്. എന്താ സൗകര്യം? കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞു.
പുലിയെ പോലെ വരുമെന്നോ സിംഹത്തെ പോലെ വരുമെന്നൊന്നും എന്താ ഈ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞത്? പുലി പ്രതീക്ഷിക്കാത്ത സമയത്ത് വരും. ഈ കള്ളന്റെ ഒന്നാമത്തെ പ്രത്യേകത പറഞ്ഞാൽ കള്ളൻ ഫ്രണ്ട് വാതിൽ കൂടി വരുത്തില്ല, പുറകിൽ കൂടി. നിന്റെ പളവളപ്പുകളൊന്നും അവന് വേണ്ട. നിന്റെ ഡിഗ്രിയോ നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും നിന്റെ നിക്ഷേപമാണ്. നിന്റെ നിക്ഷേപമാണ്. കർത്താവ് വരുന്നത് നിന്റെ ഹൃദയമാണ് വേണ്ടത്. അല്ല നീ ഇവിടെ സ്റ്റേറ്റ് ബാങ്കിലോ ഓവർസീസ് ബാങ്കിലോ കാനറ ബാങ്കിലോ ഉണ്ടാക്കിയ പൈസ ഒന്നും കർത്താവിന് നിന്റെ പണം കൊടുത്ത് അവനെ വിലയ്ക്ക് വാങ്ങാൻ. നിന്റെ ഹൃദയമാണ് അവന് വേണ്ടത്. എനിക്ക് വേണം നിന്നെ. നിന്റെ ഹൃദയത്തിൽ അവന് വസിക്കാൻ ഇടമുണ്ടോ എങ്കിൽ കർത്താവ് നിന്റെ ഹൃദയത്തിലുണ്ട്. ഈ വാസമുറപ്പിക്കണം. എന്നിലൊന്ന് വാസമുറപ്പിക്കണം അവൻ. ഈ നോമ്പുകാലം കഴിയുമ്പോഴേ ഈസ്റ്ററില് എന്നോടൊപ്പം അവൻ ഉണ്ട്. എന്നിൽ വസിക്കണം. എന്നുള്ളിൽ വന്നിടണേ, എൻ ചാര നിന്നിടണേ, എൻ ആത്മനാഥ, എൻ സ്നേഹരാജ, എന്നെ നയിച്ചിടണേ. എന്റെ ഉള്ളിൽ വസിക്കണം അവൻ. അതുകൊണ്ട് കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമായി. അമേരിക്ക ബോംബിടണ്ട, ഇസ്രായേൽ ബോംബിടണ്ട. ഇപ്പൊ കാണുന്ന ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമായി. വലിയ ശബ്ദത്തോടെ അടുത്തിരിക്കുന്ന വ്യക്തിക്കാണ് ഈ കാണുന്ന ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകുന്നത്. ഇനി അടുത്ത തന്നെ മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാവും. മൂലപദാർത്ഥങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ കെട്ടിടങ്ങളും എരിഞ്ഞ് ചാമ്പലാകുക. നിങ്ങൾ ഈ കെട്ടിടം നോക്കി നടക്കുക. റോഡിൽ കൂടെ പോകുമ്പോഴേ 2 നില വീട് 3 നില വീട് സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുന്നു, അവന്റെ ബെഡ്റൂം എങ്ങനെയാണ്, ഇങ്ങനൊക്കെ യൂട്യൂബിലൊക്കെ അതിന്റെ അടിച്ചു കൊടുക്കുന്നു. ഞാൻ എന്റെ വീട് വെച്ചു, കണ്ടോ എന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ ഇത്, എന്റെ ബാത്റൂം എങ്ങനെയായിരിക്കുന്നത്, ബാത്റൂമിൽ കയറിയാൽ തന്നെ ഉറങ്ങാൻ തോന്നും എന്നൊക്കെ പറഞ്ഞ് എന്തൊരു മണ്ടത്തരവും പൊട്ടത്തരവും മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കും. എന്റെ വീട്ടിലാണെങ്കിൽ 25 കാർ കിടക്കുന്നു, റോൾസ് റോയ്സ് കിടക്കുന്നു, ബെൻസ് കിടക്കുന്നു, ഔഡി കിടക്കുന്നു. ഇങ്ങനെ കാർ കാണിക്കുന്നു. ഞാൻ വലിയ കുറഞ്ഞ കൂട്ടലൊന്നും അല്ല. യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ സൗദി ഷെയ്ഖിനാണെങ്കിൽ പോലും അവന്റെ 45 കോടി രൂപയുടെ കാർ ഇറക്കാനിട്ടുണ്ട്. എന്നിട്ടാ നിന്റെ ഉടുക്കാർ. അപ്പൊ ശ്രദ്ധിക്കുക, ഭൂമിയിൽ മൂലപദാർത്ഥങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഈ കാണുന്നതൊക്കെ എരിഞ്ഞു പോകുന്നു. അടുത്ത വേഗം പറയുന്നു, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഈ കാണുന്നവയെല്ലാം നശ്വരമാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, കാണുന്നതെല്ലാം നശ്വരമാണെന്ന് പറ. കാണപ്പെടാത്തവയാണ് അനശ്വരം. ഈ കാണുന്നതൊക്കെ നശ്വരമാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ കാണുന്നതൊക്കെ അതാണ് 300 രത്നനിർമ്മിതമായ, ശ്രദ്ധിച്ച് 300 രത്നനിർമ്മിതമായ കെട്ടിടങ്ങൾ വെച്ചു, സ്വർണ്ണ കെട്ടിടങ്ങൾ വെച്ചു. സ്വർണം കൊണ്ട് മാത്രം പണിത സോളമൻ. 700 ഭാര്യമാരും 300 ഉപനാരിമാരും. അപ്പൊ എത്ര ഭാര്യമാരായി? കുട്ടി. അപ്പൊ ശ്രദ്ധിക്കുക, 1000 ഭാര്യമാരും 1000 ഗായകന്മാരും. ലോകത്തിലെ എല്ലാ വൃക്ഷങ്ങളും അവന്റെ തോട്ടത്തിൽ ഉണ്ടായിരുന്നെന്നാ വചനം പറയുന്നത്. അവൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ലെന്നാ വചനം പറയുന്നത്. എന്നിട്ട് അവനൊരു ഇതെല്ലാം അനുഭവിച്ചതിന് ശേഷം അവൻ പറയുന്ന ഒരു ഇതുണ്ട്, സഭാപ്രസംഗി 12:11. അപ്പൊ നമുക്ക് വീണ്ടും വരണേ ഈ പത്രോസിന്റെ അവിടേക്ക്. സഭാപ്രസംഗി 2:11 സോറി, സഭാപ്രസംഗി 2:11. സഭാപ്രസംഗി 2:11. ഞാൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു. എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു. ഇതെല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു. സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. മുകളിലോട്ട് സൂര്യനെ കണ്ടില്ലായിരുന്നു. മുകളിലോട്ട് നോക്കിക്കേ. എന്നിട്ട് മുകളിലോട്ട് നോക്കിയിട്ട് പറ, സൂര്യൻ മുകളിലോട്ട് നോക്കിയിട്ട് പറ സൂര്യൻ. താഴോട്ട് നോക്കിയിട്ട് പറ കീഴില് ഒരു നേട്ടവും. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, സൂര്യന് കീഴിൽ ഒരു നേട്ടവും.
അച്ചായന് ഭയങ്കര നേട്ടമല്ലയോ, കയ്യോടെ കേട്ടമല്ലേ, അവിടെ തിരുവനന്തപുരത്ത് ഫ്ലാറ്റ്, എറണാകുളത്ത് ഫ്ലാറ്റ്, അവിടെ ഫ്ലാറ്റ്, ഇവിടെ ഫ്ലാറ്റ്. 9,000 കോടി രൂപ. പക്ഷേ ഒറ്റ വെടി വെച്ച പച്ചായൻ തന്നെ. പത്രത്തിൽ വായിച്ചില്ലേ നിങ്ങൾ? അയച്ചു വെടിവെച്ച്. ഭയങ്കര നേട്ടമാണെന്നാ പറഞ്ഞു. എന്തോ ഒരു നേട്ടം. അപ്പോൾ സോളമൻ പറയുക, സൂര്യന് കീഴിൽ യാതൊരു നേട്ടവുമില്ലെന്ന് നിന്റെ ഹൃദയത്തിൽ പറയുന്നുണ്ടെങ്കിൽ നീ ഈസ്റ്റർ ക്രിസ്ത്യാനിയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റർ ക്രിസ്ത്യാനി. ഈ സൂര്യന് കീഴിൽ ഒരു നേട്ടവുമില്ല എന്ന് പറയണം. അതുകൊണ്ടാണ് ലോത്തിന്റെ കാലഘട്ടം എന്താണ്? ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലോ ഇടയന്മാർ തമ്മിലോ കലഹമുണ്ടാവരുത്. സ്വത്ത് നിന്റെ കൺമുമ്പിലുണ്ട്, നിന്റെ ഇഷ്ടമുള്ളത് എടുത്തോളാം. നീ വലത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം, നീ പടിഞ്ഞാറോട്ട് പോവുകയാണെങ്കിൽ ഞാൻ കിഴക്കോട്ട് പോകാം. നിനക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബ്രദർ അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, എന്റെ സഹോദരൻ ഇഷ്ടമുള്ളത് എടുത്തോളം പറഞ്ഞു, ബാക്കിയുള്ളത് എനിക്ക് ചോദിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞു. എന്റെ കുടുംബം വന്നിട്ടുണ്ട്, ചോദിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിലുള്ളതൊന്നും ഇതൊന്നും ആരും കൊണ്ടുവന്നില്ല. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ എടുത്തോ. ലോത്തിനോട് അബ്രഹാം പറഞ്ഞു. അബ്രഹാമത്തിന് അറിയാം, ശൂന്യതയിൽ നിന്ന് വിളിച്ചവനായ ദൈവം എനിക്കെല്ലാം തരാൻ കഴിവുള്ളവനായ ദൈവമാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്കുള്ള, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കുള്ള എടുത്തിച്ച ഇരുട്ടിലേക്ക് ചാടിയാലും അവൻ അറിയാം എല്ലാം തരാം. സ്വന്തം മകനായ ഇസഹാക്കിനെ കൊണ്ടുവന്നു മോറിയ മലയിൽ 1000 കർഷകനാക്കിയാൽ 1000 ഇസഹാക്കന്മാരെ തരാൻ കഴിവുള്ള ദൈവം ഇന്ന് ജീവിക്കും. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ചിലരൊക്കെ മന്ദഗതിയിലിരിക്കുന്നോണ്ട് അത്രയും ചെലവെടുത്തു കേട്ടോ. പുറകിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഈ മഴ പെയ്ത് ഓലപ്പടക്കം വീഴുന്നത്, ഈ പടക്കം നനഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല. എപ്പോഴും ബത്തേരി കാലം ചെയ്ത പിതാവ്, ഞാൻ ഇവിടെ സുൽത്താൻ ബത്തേരിയിലെ നമ്മുടെ ഒരു സെന്റ് തോമസ് പള്ളിയിൽ ഇങ്ങനെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഏകദേശം 18 വർഷം പ്രസംഗിച്ചിട്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര തീഷ്ണതയാണല്ലോ, ഇത് അവസാനം വരെ ഉണ്ടാകും. എന്നിട്ട് പിതാവിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളിൽ ഇത് ഉണ്ടാകണം. അപ്പോൾ ശ്രദ്ധിച്ച്, അപ്പോൾ ലോത്തിന്റെ കാലഘട്ടം, അപ്പൊ ലോത്ത് ഇഷ്ടമുള്ള സമയം, ലോത്ത് തെരഞ്ഞെടുത്ത ഭാഗം ലോത്ത് പറയുക, ജോർദാൻ സമതല പ്രദേശം പോലെ ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ജോർദാനിൽ പോയിട്ടുള്ളൂ. ജോർദാനിൽ ഒരു മുന്തിരി നട്ടാലുണ്ടല്ലോ, ജോർദാന്റെ മുന്തിരിങ്ങ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ മുന്തിരിങ്ങ പിന്നെ കഴിക്കത്തില്ല. ജോർദാന്റെ ആപ്പിൾ കഴിച്ചിട്ടുണ്ടോ? പിന്നെ ഇവിടുത്തെ ആപ്പിൾ മേടിക്കത്തില്ല. അത്രമാത്രം ഇതാണ്, അത്രമാത്രം ഫലപുഷ്ടി. ഇസ്രായേൽ ജനത്തിന് അവിടെ ഇപ്പോഴത്തെ ഇസ്രായേൽ ആലപ്പുഴ ജില്ലയുടെക്കാൾ ശകലം കൂടെ ഉള്ളൂ. ആ ഇസ്രായേൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കയറ്റുമതി ചെയ്യുക ലോകരാജ്യങ്ങൾക്ക്. അവർക്ക് ആ മണ്ണിലൊന്ന് നട്ടാ മതിയെന്ന് ദൈവാനുഗ്രഹം. അപ്പോൾ ജോർദാൻ സമതല പ്രദേശം ഫലപൂഷ്ടിയുള്ള ഭൂമിയായി കണ്ടു. നമ്മൾ പറയില്ലേ, കണ്ണായ പ്രദേശമാണ്, കണ്ണായ പ്രദേശം. അതുകൊണ്ട് വെള്ളം കയറുന്നിടത്തൊന്നും നമുക്ക് കഴിയണം, നമുക്ക് അങ്ങ് പോകാം. ഒക്കെ പറഞ്ഞു ആയിരിക്കൊന്നും ആരും വരില്ല. പ്രിയ സഹോദരനെ, ഒരിടത്തും കണ്ണായ പ്രദേശമില്ലെന്ന്. കണ്ണായ പ്രദേശം ഒരിടത്തും. അതുകൊണ്ടാണ് ഹെബ്രായർ 13:14 പെട്ടെന്ന് എടുത്തേ. ഹെബ്രായർ 13:14 ഹെബ്രായർ 13:14 ഈ വചനം നിങ്ങൾ മറക്കരുത്. ഹെബ്രായർ 13:14 എന്താ പറയുന്നത്? എന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. ഇവിടെ നമുക്ക് അടുത്തിരിക്കുന്ന വ്യക്തിയോട്, ഇവിടെ നിലനിൽക്കുന്ന, വാഷിംഗ്ടൺ നിലനിൽപ്പില്ല, ന്യൂയോർക്കിന് നിലനിൽപ്പില്ല, ന്യൂജേഴ്സിക്ക് നിലനിൽപ്പില്ല, ഫ്ലോറിഡയ്ക്ക് നിലനിൽപ്പില്ല, ഒരു രാജ്യത്തിനും നിലനിൽപ്പില്ല. നമ്മൾ വിചാരിക്കും അമേരിക്കയിൽ പോയ മക്കളൊക്കെ എങ്ങനെ ട്രംപിങ്ങനെ ചെറുക്കുന്നത്. നാളെ ഭയങ്കര കൊടുങ്കാറ്റടിക്കുന്ന ദേശം അമേരിക്ക. ലോകത്തിൽ ഏറ്റവും പേടിക്കേണ്ട ദേശമാണ്. ഭയങ്കര കൊടുങ്കാറ്റുകൾ അടക്കണമെങ്കിൽ അപ്പോഴവരെ അവിടുത്തെ വീട് വിട്ടേ ചോടും. അപ്പൊ ഒരിടത്തും നിലനിൽപ്പില്ല. ഒന്നുകൂടെ വായിച്ച സഹോദരി. എന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത്. അതിന്റെ പേരാണ് ഇഷ്ടം. വരാനിരിക്കുന്ന നഗരത്തെയാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പോലെ വരാനിരിക്കുന്ന നഗരത്തെയാണ് അന്വേഷിക്കുന്നത്. അപ്പൊ ഇതിന്റെ പേരാണ് ഇഷ്ടം.
അപ്പോൾ ലോത്ത് രണ്ട് യോർദാൻ സമതല പ്രദേശം തെരഞ്ഞെടുത്ത് രണ്ട് പട്ടണം പണിതു. ഒന്ന് സോദോം, രണ്ട് പട്ടണം പണിതു. അപ്പോൾ ഇഷ്ടംപോലെ പൈസയായി. കണ്ടമാണ് പൈസയായപ്പോൾ ഉൽപ്പത്തി 13:13 നിങ്ങൾ മറക്കരുത്. ഉൽപ്പത്തി 13:13 മറക്കരുത്. അവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഉൽപ്പത്തി 13:13 സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുമ്പിൽ മഹാപാപികളും. അപ്പൊ പണമൊക്കെ ഏറിയപ്പോ പള്ളിയിലൊക്കെ പോക്ക് കഴിഞ്ഞു. ഈസ്റ്ററിന് കുപ്പി ഉണ്ടാകും. ഞാൻ ഈസ്റ്റർ കുർബാനയിൽ പങ്കെടുത്തോണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കത്തിട്ടപ്പോൾ പുറകിലിരിക്കുന്ന ഒരു വ്യക്തി അപ്പുറത്തിരിക്കുന്നവരോട് ചോദിക്കുക, എന്നെ കണ്ടപ്പോ ഇങ്ങനെയൊക്കെ എങ്ങനെ എന്താ കുപ്പി ഉണ്ടോ? മറ്റേ മെട്രിക്കാരനാ, വ്യക്തിയുടെ മെട്രിക്ക കുപ്പി കുപ്പി ഈ കുപ്പിയുടെ പുറകെ 532 ബാറുണ്ട് ഒരുത്തം കയറിയ പിന്നെ. അതോടെ നല്ല ആവശ്യം പോലെ ഉണ്ട് ബാർ അടിക്കുക. 12 മണി വരെയാണ്. ഞാൻ അങ്ങ് മാവേലിക്കര രൂപയുടെ അങ്ങ് അതിർത്തി സ്ഥലമായ മെയ്യന്നൂരിന്റെ അപ്പുറത്തുള്ള സ്ഥലത്ത് പോയി ധ്യാനം കഴിഞ്ഞ് ഞാൻ കുടുംബമായിട്ട് വരുമ്പോൾ ഇതാ ബാറ് ഒക്കെ 10-11 മണിയായിട്ടും അടഞ്ഞിട്ടില്ല. റേഷൻ കടയാണെങ്കിൽ 8 മണിക്ക് മുമ്പ്, ബാറാണെങ്കിൽ എത്ര മണി വരെ? ഇതെങ്കിലും കണ്ടി പൊട്ട ജനത്തിന് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം പറയുന്ന അവിശ്വാസികളുമായി